അയ്യാ, വീട്ടിലിരുന്ന സ്വർണം മൊത്തം ഇങ്ങേര് കൊണ്ടേ തൊലച്ചേ. എന്റെ 30 ലക്ഷം പോയേ. ഓ പൊളി പെളി മൊളി. സാറിന് കുടിക്കാൻ എന്താ വേണ്ടേ? എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ അതിനെ പുറത്തേക്ക് കുടിച്ചിട്ടില്ല. ഇവിടെ ഗ്യാസിന് ക്ഷാമമുണ്ടേ. ഇതാണ് എന്റെ തത്ത റീനു മോളു. റീനു ഹായ് ബ്രാ. അതെന്താ സമി പേര് റീനു? തത്ത മമിതയുടെ ഫാനാ. 2 ലൈൻ പാടിക്കൊടു റീനു. ആ മൈ മൈ. സാറിന് എന്താ വേണ്ടേ? മമ്മി 10 വർഷമായിട്ട് ഞാൻ ആ ഗവൺമെന്റ് ഓഫീസിൽ കിടന്ന് പട്ടിപ്പണി എടുക്കുക. ഇപ്രാവശ്യമെങ്കിലും എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ സ്വാമി? ഓ പിന്നല്ല, സാറിന് മോന്താണ്ടാ നല്ല 1 സെറ്റാ. അങ്ങനെയല്ല, നല്ല ഐശ്വര്യമുള്ള മുഖം. സാറിന് കിട്ടാണ്ട് വേറെ ആർക്ക് കിട്ടാനാ? കിട്ടും ഇപ്പം കിട്ടും, നോക്കിയിരുന്നാ മതി. എന്റെ തത്തയാണ്ട് പറയല്ല, വാ അടുത്ത് അറം പറ്റി നല്ല നല്ല മോട്ടിവേഷണൽ ടോക്സ് മാത്രമേ സംസാരിക്കത്തുള്ളേ. അപ്പൊ കിട്ടൂല്ലേ സ്വാമി? കിട്ടും, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. സാറിന്റെ തലയ്ക്ക് മീതെ എന്തോ പറക്കുന്നുണ്ട്. ഈ ശുദ്ധഹാസ്യ കഴിവൊന്നും നിർത്തിയാൽ തന്നെ മതി, സാറിന്റെ 10 വർഷങ്ങൾ തീരും. അതല്ല, തലയ്ക്ക് മീതെ ശുക്രനും ശനിയും മാറി മാറി പറക്കുന്നുണ്ട്. ഒരു പൂജ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പൂജയ്ക്ക് പൈസയൊന്നും ആവൂലല്ലോ സ്വാമി. പൂജയ്ക്ക് എല്ലാം കൂടി ചെറിയ തുകയെ 30 ലക്ഷം രൂപ ആകത്തുള്ളൂ സാറേ. 30 ലക്ഷം രൂപയെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നടത്തുന്ന പൂജ ചെയ്ത് അങ്ങനെ വിളിച്ചാലൊന്നും അവരെടുത്തില്ല. കുറച്ച് ചിലവാകും. അത് ചെയ്താൽ ഞാൻ രക്ഷപ്പെടൂലേ സ്വാമി? രക്ഷപ്പെടുന്നു മാത്രമല്ല, വീട് നിറച്ച് ഗ്യാസ് കുറ്റിയും ക്യാൻ നിറച്ച് പെട്രോളും കിട്ടും പിറ്റേ ദിവസം. എന്നാ സ്വാമി, ഇതിൽ പറഞ്ഞതുപോലെ 30 ലക്ഷം രൂപയുണ്ട്. വീട്ടിൽ ഇത് ഭാര്യ അറിയാതെ എല്ലാവരും പുറത്തു പോയതിനു ശേഷം എടുത്തുകൊണ്ട് വന്നേക്കുന്നതാ. ഒറ്റതിന് സ്വർണ്ണം പോലെ വീട്ടിൽ ബാക്കിയില്ല. ഞാൻ രക്ഷപ്പെടൂല സ്വാമി. ഇനി ഇതിനെക്കുറിച്ച് അങ്ങ് മറന്നേക്കാ. അങ്ങനെയല്ല, ഈ പ്രശ്നങ്ങളെ കുറിച്ച് അങ്ങ് മറന്നേക്കാ. പ്രൊമോഷൻ ഉറപ്പാ. പേനുമൂടു നമുക്ക് സ്ഥലം വിട്ടാലോ? ഇതിനെ പോലത്തെ പൊട്ടന്മാരുള്ളത് നമ്മളെ പോലത്തെ പാവങ്ങൾ രക്ഷപ്പെടും. It's the biggest piece of dog shit that I have ever heard.